ഹലോ ഹായ്. ഞാൻ ഇന്നൊരു വാഴപ്പഴം തോരൻ വെക്കാൻ എടുത്തു. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞത് ഫ്രൈ ചെയ്യാൻ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഫ്രൈ ചെയ്യാൻ നല്ലതാണെന്നറിയാൻ ഞാൻ നോക്കാൻ പോയത്. ഇങ്ങനെയാണ് നൂലെടുത്ത് കളയുന്നതിൻ്റെ. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇത് ഞാൻ മെഴുക്ക് പുരട്ടിക്ക് അറിയാൻ പോകും, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിത് മുഴുവൻ അരിഞ്ഞെടുക്കാം. ഞാനിത് കുറച്ച് തോരന് വരഞ്ഞ് കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരഞ്ഞു. ഫ്രൈ ചെയ്യാൻ ഈ വലുപ്പത്തിൽ വരഞ്ഞു. തോരനത് ഈ വലുപ്പത്തിൽ. ഞാൻ തോരന് വേണ്ടി ഇതെടുത്തതാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞത് കേട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് എടുത്തത്. ഞാൻ വെച്ചിട്ട് പറയാൻ നല്ലതാണോന്ന്. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള വാഴപ്പിണ്ടി ഞാൻ ഒരു ചട്ടിക്കകത്താക്കി സ്റ്റൗ വെച്ച് ഇനി നമുക്കതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു ശകലം കുറച്ച് വെള്ളം ഒഴിച്ചത്, അതിന് വെള്ളമുള്ള വാഴപ്പിണ്ടി ഒരു ശകലം വെള്ളം ഒന്ന് വേഗം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. വെന്ത് വരട്ടെ അവിടെ ഇരുന്നത്. അപ്പം നമ്മുടെ വാഴപ്പിണ്ടി ഉണ്ടായിരുന്നത് വെള്ളമൊക്കെ വലിഞ്ഞ് വന്നു. ഇത് വേവായി വരും. ഇച്ചിരി വെള്ളം മതിയാണ്. അത് വലിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യാനിടാം. അതിൽ വലിയാൻ വേണ്ടി നടച്ച് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന ഒരു സബോള, 2 ചെറിയ ഉള്ളി, കരിവേപ്പില, 2 തേങ്ങാക്കൊത്ത്, 2 പച്ചമുളക്. എരിയില്ലാത്തതുകൊണ്ട് 2 പച്ചമുളക് എടുത്ത്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി. നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ആദ്യം തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ, അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ പച്ചയൊന്ന് മാറിയിട്ട് നമുക്ക് അതിനോട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടുതൽ മുളകും ഇട്ട് കൊടുക്കാം. ഉള്ളി സവോളയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടി വേവിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിക്കൊക്കെ കൂടെ നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് വേവിച്ച വാഴപ്പിണ്ടി നമുക്ക് ഉള്ളിക്ക് മാത്രം ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം മൂത്ത് വന്ന് നമുക്ക് വേവിച്ച് വെച്ച വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കാം. ഇത് ഇവിടെ കിടന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ വാഴപ്പിണ്ടി അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരുന്ന സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ഫ്രൈ ആകട്ടെ. അപ്പം നമ്മുടെ വാഴപ്പിണ്ടി മെഴുക്കുവരട്ടി ശരിയായി. വാഴപ്പിണ്ടി നിങ്ങളാരും വാഴപ്പിണ്ടി എന്തെങ്കിലും വാഴപ്പിണ്ടി കൊല വെട്ടുന്ന വാഴയുടെ പിണ്ടി നമ്മൾ പൊളിച്ചെടുത്ത് അതിനകത്തിരിക്കുന്ന ചെറിയൊരു പിണ്ടി ഉണ്ട്. അതാണ് ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലതാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു തന്നതിൻ്റെ പേരിൽ ഞാനിത് വെച്ചത്. പക്ഷെ വെച്ച് കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റ്, നല്ലതാണ്. തോരൻ പോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യാനും നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.